അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജീവിതത്തിൽ എപ്പോഴും തടസ്സങ്ങളും ഇടുക്കങ്ങളും കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉസ്താദേ, ജീവിതത്തിൽ എപ്പോഴും ഇടുക്കം മാത്രം, ഒരു വിഷയത്തിലും ഒന്ന് ചെയ്തു തീർക്കാനുള്ള വഴികളൊന്നും അള്ളാഹു തുറന്നിരുന്നില്ല എന്ന് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് മുമ്പിലുണ്ട്. അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ്. അള്ളാഹു ആ നൽകിയ വലിയ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് കൂടുതൽ അത്തരം വിഷയങ്ങളിൽ നമ്മൾ അള്ളാഹുവിന് പരാതി പറയുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു എനിക്ക് മാത്രം തരാതെ അതൊക്കെ ഒഴിവാക്കി നന്മയാർന്ന പ്രവർത്തനങ്ങളിലേക്ക്, ഔറാദുകളിലേക്ക് നമ്മൾ മാറുക. അപ്പോൾ അതിനുള്ള വഴികളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരും. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഇത്തരം ഇടുക്കങ്ങൾ മാറാൻ എന്ത് വിഷയത്തിലും തടസ്സം മാത്രം, ഒന്നിന് പുറപ്പെട്ട് അത് പരാജയപ്പെട്ടിട്ട് മാത്രമേ വരൂ. അത് ബിസിനസ്സാണെങ്കിൽ മറ്റു വിഷയങ്ങളാണ്. അത്തരം ആളുകൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നല്ല രീതിയിൽ കുളിച്ച് വൃത്തിയായിട്ട് നല്ല ഉളു എടുത്ത്, ഏറ്റവും നല്ലത് ദുഹാൻ്റെ സമയത്താണ്. ദുഹാ നിസ്കരിച്ച് അതേ പായയിലിരുന്ന് അള്ളാഹുവിന് മുമ്പിൽ കൈകൾ ഉയർത്തുന്ന ആ സമയമുണ്ടല്ലോ, ഈ സമയം തന്നെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. തഹജ്ജുദ് സമയത്തും പറ്റും. യാ ലത്തീഫ് എന്ന ഇസ്മിൻ്റെ പ്രത്യേകത ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. 129 തവണ ജീവിതത്തിൽ നിത്യമായിട്ട് ഒരാൾ യാ ലത്തീഫ് ചൊല്ലുന്നുണ്ടെങ്കിൽ ഓനിക്കും എൻ്റെ ഐശ്വര്യം ഓനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ യാ ലത്തീഫ് ചൊല്ലുന്നതിനേക്കാളും മുമ്പും ശേഷമുള്ള ജീവിതത്തിൽ ഓനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും. വലിയ പവറുള്ളൊരു ഇസ്മാണ് യാ ലത്തീഫ്. ഈ യാ ലത്തീഫ് എന്ന ഇസ്മ നമ്മൾ 16,641 പ്രാവശ്യം 16,641 പ്രാവശ്യം ചൊല്ലണം. ഞാൻ പറഞ്ഞല്ലോ, കുളിച്ച് വൃത്തിയായി ഒന്നുകൊടുത്ത് ദുഹാക്ക് നിസ്കരിച്ച് അല്ലെങ്കിൽ സുന്നത്ത് നിസ്കരിച്ച് ഇരുന്ന് ചൊല്ലാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ലൊരു ഫലം അത് കാരണം കൊണ്ട് നമുക്കുണ്ടാകും. ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാം. ഈ ചൊല്ലിയതിന് ശേഷവും മുമ്പും എന്ന് നമുക്ക് വേർതിരിച്ചിട്ടുള്ള ജീവിതം ആയിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ. 16,641 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. ഓരോ 129 പൂർത്തിയാകുമ്പോഴും 129 പ്രാവശ്യം യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് ഇത് ചൊല്ലി പൂർത്തിയായി 129 പൂർത്തിയായാൽ നമ്മൾ ചൊല്ലേണ്ട ചില ആയത്തുകൾ, വലിയ പവറുള്ള ചില ദുആകൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. അത് സ്ക്രീനിൽ കൊടുക്കുക. അത് നമ്മൾ എന്താക്കണം, 129 പ്രാവശ്യം യാ ലത്തീഫ് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ചൊല്ലണം. അതിനുശേഷം വീണ്ടും യാ ലത്തീഫ് തുടരണം. വീണ്ടും 129 പൂർത്തിയാകുമ്പോൾ ഈ ദുആ ചൊല്ലണം. വീണ്ടും യാ ലത്തീഫ് 129 ചൊല്ലണം. ഇങ്ങനെയാണ് നമ്മളിത് ഈ 16,641 പ്രാവശ്യം നമ്മൾ പൂർത്തീകരിക്കേണ്ടത്. ചെറിയ സമയം എടുക്കും, കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. കഷ്ടപ്പാടുണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാവുള്ളൂ, നമ്മൾ മനസ്സിലായല്ലോ. അപ്പോൾ 129 കഴിഞ്ഞാൽ, യാ ലത്തീഫ് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ടത് അല്ലാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തർസുഖനി റിസ്ഖൻ വാസിഅൻ طيبا من غير نعب ولا نصب إنك على كل شيء قدير الله لطيف بعباده يرزق من يشاء وهو القوي العزيز اللهم إني أسألك أن ترزقني رزقا واسعا طيبا من غير تعب ولا نصب ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഓരോ 129ലും നമ്മൾ ഈ ദിക്ർ ചൊല്ലണം. ഈ 16,641 പൂർത്തിയായാൽ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന് മുമ്പിൽ കൈകൾ ഉയർത്തി നിങ്ങളുടെ പ്രയാസങ്ങൾ പറയണം.
അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. വലിയ സന്തോഷങ്ങൾ അള്ളാഹു നൽകട്ടെ. ഇത് ചൊല്ലിയത് കാരണം ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി വലിയ റാഹത്ത് അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.